പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പോഴും ജനങ്ങൾ വെയിലുകൊണ്ട് പള്ളിയുടെ ഭാഗത്ത് റോട്ടിൽ എല്ലാം സപ്പായി ആളുകൾ നിൽക്കുകയാണ്. രാവിലെ സുബഹി നിസ്കാരത്തിന്റെ ഉടനെ സഫായി നിന്ന ആ സഫ് എത്രയോ ആയിരങ്ങൾ നടന്ന് ഷറഫാക്കപ്പെട്ട ആഹാർ കണ്ട് പോയെങ്കിലും ഇപ്പോഴും ഇവിടെ നോക്കിയാൽ രാവിലെ ഉള്ളതുപോലെ തന്നെ നിറയെ ആളുകളാണ്. ഇത് ഞാൻ രാവിലെ ഓർമ്മപ്പെടുത്തിയതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷവും അവിടുത്തെ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ്, അവിടുത്തെ കറാമത്താണ്, അവിടുത്തെ ഇർഹാസാണ്, അവിടുത്തെ മഹത്വം ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 1,24,000 2,24,000 അംബിയ മുർസലുകൾ ഉണ്ടായിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത ഒരൊറ്റ നബിയെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്തിട്ടില്ല. അതേസമയം സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുകയാണ്. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലഅംറുക യാ റസൂലല്ലാഹ് ലഉഖ്സിമു ബിബദനിക വജസദിക. അല്ലാഹുവിന്റെ ഹബീബായ നബിയെ, അങ്ങയുടെ ശരീരം കൊണ്ട്, അങ്ങയുടെ ശറഫാക്കപ്പെട്ട ജസദ് കൊണ്ട്, ശരീരം കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അഖില ലോകത്തിന്റെയും സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കൊണ്ട് സത്യം ചെയ്തപ്പോൾ ആ ശരീരത്തിലുള്ള രോമവും ആ ശരീരത്തിലുള്ള നഖവും ശരീരത്തിലുള്ള വിയർപ്പും ശരീരത്തിലുള്ള തലമുടിയും താടിയിലെ മുടിയും എല്ലാം അല്ലാഹു തആല സത്യം ചെയ്ത വസ്തുക്കളിൽ പെടുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. മാത്രവും അല്ല, വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് നിരവധി തഫ്സീറുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു തഫ്സീർ കാണാം, വല്ലുഹാ ഐ ബിവജ്ഹികൽ വല്ലാഹ്, ബിവജ്ഹികൽ വല്ലാഹ്. ഓ ഹബീബായ നബിയെ, അങ്ങയുടെ ഏറ്റവും വലിയ പ്രശോഭിതമായ മുഖം കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅ്തിൻ നാസു ബിൽ ഹുജജി ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല തുർജി എന്ന് നാം പറയാറുള്ളതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ഇവിടുത്തെ ശംസിനേക്കാൾ ഖമറിനേക്കാൾ എല്ലാം പ്രകാശപൂരിതമായതാണ്. കശംസ് തൽഹറു ലിൽ ഐനൈനി മിൻ ബുഅദി സഗീറതൻ വതുഖില്ലു തർഫ മിൻ അബബി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിന്റെ പ്രകാശം കൊണ്ട്, അവിടുത്തെ ഹൈബത്ത് കൊണ്ടും ആ മുഖത്തേക്ക് നേരിട്ട്
നോക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുമായിരുന്നില്ല. ഏതുപോലെ സൂര്യനിലേക്ക് അതിന്റെ നട്ടുച്ച സമയത്ത് ഒരാൾക്ക് നോക്കാൻ കഴിയുന്നില്ല. എത്രയോ ദൂരമുള്ള സൂര്യൻ, ആ സൂര്യനിലേക്ക് ഇവിടെ നിന്ന് നോക്കാൻ അതിന്റെ രശ്മി കാരണമായി ആർക്കും കഴിയുന്നില്ല. എങ്കിൽ ആ ശംസിനെക്കാളും പ്രകാശമുള്ള ശരീരമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം. അതുപോലെ രണ്ടാമതായി അല്ലാഹു സത്യം ചെയ്യുന്നത് വല്ലൈലി, നബി തങ്ങളുടെ തലയിലുള്ള ശറഫാക്കപ്പെട്ട രോമം, അതുകൊണ്ട് സത്യം ചെയ്യുന്നു. ആ രോമം വളരെ കറുപ്പുള്ളതായിരുന്നു. ഇതാ സജ്ജ, കറുപ്പുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞു. അങ്ങനെ ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ട ശറഫാക്കപ്പെട്ട രോമം, അതുകൊണ്ട് നാം ബറക്കത്തെടുക്കുന്നു. നമ്മളാരും ആരാധിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ശത്രുക്കൾ ബിദ്അത്തുകാർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ നാം തിരുകേശത്തിന് ആരാധിക്കുന്നില്ല. നാം ഒരു വസ്തുവിനും അല്ലാഹു അല്ലാത്ത ഒന്നുവിനും നാം ആരാധിക്കുകയില്ല. അല്ലാഹുവിന് മാത്രമാണ് നമ്മുടെ ആരാധന. അല്ലാഹു അല്ലാത്ത ജീവുള്ള വസ്തുവിനോ ജീവനില്ലാത്ത വസ്തുവിനോ ഒന്നിനും തന്നെ നാം ആരാധിക്കുകയില്ല. അർഹമുർ-റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് നാം ആരാധിക്കുന്നത്. അതേ സമയത്ത് നാം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഒരു ചെറിയ രോമം ഉണ്ടായിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, 90,000 ദിർഹം എനിക്കൊരാൾ വില പറഞ്ഞു. പക്ഷേ അവിടുന്ന് പറയുന്നു 90,000 90 ലക്ഷമല്ല, ഈ ദുനിയാവ് മുഴുവനും കൂടി എനിക്ക് വില പറഞ്ഞാലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലെ രോമത്തിൽ നിന്ന് ഒരു കട്ടം എന്റെ കയ്യിലുള്ളത് ഞാൻ വിൽക്കുകയില്ലെന്ന് സുപ്രസിദ്ധ താബിഈയായ ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് സഹീഹുൽ ബുഖാരിയിൽ കാണാവുന്നതാണ്, സഹീഹ് മുസ്ലിമിലും കാണാവുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷെയർ കൊണ്ട് ബർക്കത്തെടുക്കുക, അവിടുത്തെ ആസാറുകൾ കൊണ്ട് ബർക്കത്തെടുക്കുക, ഇത് മുഴുവൻ സഹാബികളും ചെയ്തതും താബികളും ചെയ്തതും ഉലമാക്കൾ ചെയ്തു വന്നതും നാളെ വരെ ഇതുവരെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ചെയ്തു വന്നിട്ടുള്ളതും ആണ്. അതുകൊണ്ട് തന്നെയാണ് നാം അതിനെ ബഹുമാനിക്കുന്നത്. ഞാൻ ഒറ്റ വാക്ക് പറയുന്നു, ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു മഹബ്ബത്തല്ല എങ്കിൽ ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുമോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഷെയർ തന്നെ എന്നതുകൊണ്ട് തന്നെയാണ് ഈ ലക്ഷങ്ങൾ ഇവിടെ തടിച്ചുകൂടുന്നത്. അല്ലാത്ത പക്ഷം നാം എത്ര നോട്ടീസ് അടിച്ച് പ്രസിദ്ധപ്പെടുത്തിയാലും നാം എത്ര പ്രചാരണം നടത്തിയാലും ആളുകൾ വരില്ല. ഇതിനെ സംബന്ധിച്ച് തന്നെ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ പരിപാടി നാം പത്രത്തിൽ കൊടുത്തിട്ടില്ല, കൊടുത്തത് ഇന്നത്തെ പത്രത്തിലാണ്. ഇന്നത്തെ പത്രത്തിൽ ഇന്നലെ ആലിമീങ്ങളൊക്കെ പങ്കെടുക്കുമെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പത്രം കാണുന്നതിന്റെ മുമ്പ്, ഈ പത്രം അടിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആളുകൾ ഇവിടെ ജനങ്ങൾ നിറഞ്ഞുപോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പത്രം കണ്ടിട്ട് വന്നതല്ല, ഏതെങ്കിലും ഒരു പ്രചാരണം കൊണ്ടുവന്നതല്ല, ഒരു വലിയ കോലാഹലം സൃഷ്ടിച്ചത് കൊണ്ട് വന്നതല്ല, മറിച്ച് റബീഉൽ അവ്വലിന്റെ 1ാമത്തെ തിങ്കളാഴ്ച ഇവിടെ പ്രദർശനമുണ്ടാകുമെന്നും ആ ശറഫാക്കപ്പെട്ട ഷെയർ ഇട്ട വെള്ളം അത് കൊടുക്കുന്നുണ്ട് എന്നും എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് മുഅ്മിനീങ്ങളും മുഹിബ്ബീങ്ങൾ അത് കാത്തു നിൽക്കുകയായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് വന്ന ആളുകളൊക്കെ വന്നു. എത്രയെത്ര ആളുകളാണ്! വരാൻ കഴിയാത്തവർ നമ്മോട് ഖേദം പ്രകടിപ്പിക്കുന്നു, നമ്മോട് വിളിച്ചറിയിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഇവിടെ സൗകര്യം എത്രയൊക്കെ ചെയ്യാൻ
മാത്രമാണ് സാധിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. നേരത്തെ വന്ന് വളരെ രാവിലെ വന്ന് ഒരു വെള്ളം പോലും കുടിക്കാതെ നിൽക്കുന്നവർ വരെ ഈ സഫിൽ ഇപ്പോഴും ഒരുപക്ഷെ ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന സൂറത്തിലൂടെ അല്ലാഹു തആല അറിയിച്ച ആ ഹൗദുൽ കൗസർ കുടിക്കാൻ നമുക്കിതിന്റെ കാരണം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിയുടെ കൈകൊണ്ട് ഹൗദുൽ കൗസർ ലഭിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും പെടുത്തി തരുമാറാകട്ടെ. വളണ്ടിയർമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ സേവനം അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയാണ്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പൊരുത്തത്തിനു വേണ്ടിയാണ്. ആ വേണ്ടിയുള്ള സേവനം തീർച്ചയായും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. റഹ്മാനായ അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഈ വളണ്ടിയർമാരെയും ഇതിന്റെ ഖാദിമീങ്ങളെയും ഇതിന്റെ പ്രവർത്തകരെയും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്റ്റേജ് ശരിയാക്കി തന്ന മലബാർ ഓൺലൈൻ ഇസ്ലാമിക് ക്ലാസ് റൂം സ്റ്റേജിന്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ളത്, അതുപോലെ നമ്മുടെ മൈക്ക് ഒമാൻ മർക്കസ് കമ്മിറ്റിയാണ് മൈക്ക് സഹായിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാ കമ്മിറ്റികളും, ഗൾഫ് രാജ്യങ്ങളിലുള്ള ഓരോ കമ്മിറ്റികളും ഇതിനും ഇതല്ലാതെ നമ്മുടെ മർക്കസിന്റെ പ്രവർത്തനത്തിനും നോളേജ് സിറ്റി ഉണ്ടാക്കാനും എല്ലാം സഹായിച്ചവരുണ്ട്, സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അർഹമുർ-റഹീമായ അല്ലാഹ് അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സാന്ദർഭികമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾക്കറിയാം ഈ മഹത്തായ സ്ഥാപനത്തിൽ ഇതിന്റെ മെയിൻ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 20,000-ഓളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടികളിൽ 5,000-ലധികം കുട്ടികൾ ഇവിടെ താമസിച്ച് സൗജന്യ ഭക്ഷണവും സൗജന്യ വെള്ളവും വെളിച്ചവും ലഭിക്കുന്നവരാണ്, സൗജന്യ പഠനം ലഭിക്കുന്നവരാണ്. അവർക്ക് ആ സൗജന്യമായ ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ, നമ്മുടെ അനാഥ കുട്ടികൾക്ക് സൗജന്യമായ വസ്ത്രവും മറ്റെല്ലാ മരുന്നുകളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ലക്ഷക്കണക്കിന് രൂപകൾ ചിലവുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കഴിയുന്ന ആളുകളെല്ലാം മർക്കസിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നൽകണം. അത് സ്വീകരിക്കുന്നതിനു വേണ്ടി മർക്കസിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖ് തങ്ങൾ മർക്കസ് ഓഫീസിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഷഹർ മുബാറക്കിന്റെ പേരിൽ ഒരൊറ്റ കാശും ഞങ്ങൾ വാങ്ങിയിട്ടില്ല, വാങ്ങുകയുമില്ല, വാങ്ങാൻ പാടുമില്ല. ഈ ഷഹർ മുബാറക്ക് കാണിച്ചു കൊടുക്കുന്നതിനോ അതിന്റെ വെള്ളം കൊടുക്കുന്നതിനോ ഒരു രൂപയും ഒരു പൈസയും വാങ്ങാൻ പാടില്ല. അത് വാങ്ങിയിട്ടുമില്ല, വാങ്ങുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദ്ധതിക്ക് വേണ്ടി വെള്ളം കൊടുക്കാൻ കുപ്പി നൽകിയിട്ടുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്കെല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. എത്രയോ ദിവസങ്ങളായി അവർക്ക് പരീക്ഷ ഉണ്ടായിട്ട് പോലും അവർ അങ്ങേയറ്റം വിഷമിച്ചുകൊണ്ട് ഈ വെള്ളം പാത്രത്തിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്, നിറച്ച് സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം അധ്വാനിക്കുന്ന നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കും നമ്മളെ സഹായിച്ചവർക്കും അർഹമുർ-റഹീമായ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി അവസാനിക്കാനാകുമ്പോൾ നമുക്ക് കൂട്ടുപ്രാർത്ഥന ഇനിയും നടത്താം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കൂടാതെ ഇന്ന് മഗ്രിബിന് ശേഷം സാധാരണ മാസാന്തം നടക്കുന്ന ദിക്ർ അഹ്ദലിയ സ്വലാത്ത് ദിക്റിന്റെ പരിപാടിയും ഉണ്ട്. മഗ്രിബ് കഴിഞ്ഞ ഉടനെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ കാര്യം നിർവഹിക്കപ്പെടും എന്ന് കൂടി നിങ്ങളെ അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഹഖിനെ നിലനിർത്തി തരുമാറാവട്ടെ. ലഹറൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ യുദ്ധം വിജയിച്ചപ്പോൾ
പറഞ്ഞ വാക്കാണ് ലഹറൽ ഹഖ്, സത്യം വ്യക്തമായി, വദഹകൽ ബാത്തിലു, ബാത്തിൽ പരാജയപ്പെട്ടു പോയി. ഇന്നൽ ബാത്തില കാന സഹൂഖ, തീർച്ചയായും ബാത്തിൽ എത്ര പൊന്തി വന്നാലും എത്ര വലിയ ശക്തിയിൽ വന്നാലും അത് തരിപ്പണമായി പോകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചതാണ്. അതുപോലെ ഈ ഷഹർ മുബാറക്കിനെതിരായി എല്ലാ കഴിവുകളും ഉപയോഗിച്ച്, പണവും മറ്റ് ശക്തിയും നാവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രവർത്തനവും അതാ ഫലമില്ലാതെ ആയിപ്പോയി. അറഫയിൽ വെച്ച് ഇബ്ലീസ് തലയിൽ മണ്ണുവായി എറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അറഫാ ഭൂമിയിൽ ജനങ്ങൾ വന്ന് ദോഷം പൊറുപ്പിക്കുമ്പോൾ ഞാൻ ഇത്രയും കാലം അധ്വാനിച്ച് ദോഷങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അത് മുഴുവനും അവര് അറഫയിൽ വന്ന് പൊറുപ്പിച്ചു പോയി, എന്റെ പ്രവർത്തനം വിഫലമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് അവന്റെ തലയിൽ മണ്ണ് വാരി എറിയുകയാണ്. അതുപോലെ ഞങ്ങൾ ഷഹർ മുബാറക്കിനെതിരായി, കാനന്തൂർ മർക്കസിലെ ഷഹർ മുബാറക്കിനെതിരായി ഞങ്ങൾ ജനങ്ങളെ ഇളക്കിവിടുകയും അതിന്റെ പേരിൽ എത്രയോ ജനങ്ങള് മൂർത്തത്തായി പോകുന്ന വാക്കുകൾ പോലും പറയിപ്പിച്ചുകൊണ്ട് ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും ചീത്ത പറയുന്നവർക്ക് ഞങ്ങളിത് എത്തിച്ചിട്ടും, ഞങ്ങൾ എത്രയോ പണം ചെലവഴിച്ചിട്ടും, മുക്കിലും മൂലയിലും ഞങ്ങൾ പ്രസംഗം നടത്തിയിട്ടും ഇവിടെ ഫലമുണ്ടായില്ലല്ലോ, ജനങ്ങളവര് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ശത്രുക്കളതാ തലയിൽ മണ്ണ് വാരി എറിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാവരെയും റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ. റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തട്ടെ. നിങ്ങളൊക്കെ നടത്തത്തിൽ സലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അവസാനം നമുക്ക് ദുആ ചെയ്യാം. ഞാൻ ദുആ ഇപ്പോൾ നിർത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നടക്കുന്നവരൊക്കെ സലാത്ത് ചൊല്ലി ഇങ്ങനെ വന്നാൽ മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد ما لوم لك. صلاة الله لك والغارطة لنا.